വാക്ക് പോലും കൊടുക്കാത്ത സ്നേഹം എനിക്ക് തന്നത്. പക്ഷെ ഞാൻ പോലെ ഏട്ടനെ ചതിച്ചു. നീ ചെയ്ത് എങ്ങനെയാ ചതിയാവുന്നത്? വിവേകിനെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അകപ്പെടുത്തിയിട്ട് നിന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? നന്ദിനി കൂടി അറിഞ്ഞ കാര്യമില്ലേ ഇത്? പിന്നെ എങ്ങനെയാ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നുന്നത്? നീ എഴുന്നേറ്റ് ആദ്യം ആ കണ്ണുടച്ചേ. സോറിടാ, ഒരു പ്രശ്നം വരുമ്പോ ഒന്നും നോക്കാതെ നിന്റെ കൂടെ നിൽക്കേണ്ടവരാ ഞങ്ങള്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. വിവേകേ, ഞാനല്ലേടാ നിന്നോട് മാപ്പി ചോദിക്കണ്ടേ? പോലീസ് സ്റ്റേഷനിൽ കിടത്തി എന്റെ കുടുംബത്തിന്റെ പക നിന്നോടല്ലേ തീർത്തത്? നിന്റെ ദേഹം നൊന്നപ്പോ അത് വെച്ച് എന്റെ മനസ്സ് നോക്കാൻ എല്ലാരും കൂടി തീരുമാനിച്ചു. നീ എന്നോട് ക്ഷമിക്കേ. ഏയ്, നീ എന്നോട് ക്ഷമയൊന്നും പറയണ്ട. സത്യം പറഞ്ഞ എല്ലാരും കൂടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ പേടിച്ചു പോയടാ. പ്രത്യേകിച്ച് നന്ദിനിയുടെ കാര്യത്തില്. ഏട്ടാ, നിങ്ങളെ രണ്ടുപേരും കൂടിയുള്ളൊരു ജീവിതം അല്പം വേദനയോടെ കണ്ടു നിന്ന ആളാ ഞാൻ. ഒരു പകരം വീട്ടിലെ പോലെ ഏട്ടൻ നന്ദിനെ കൊണ്ട് നടക്കുമ്പോഴും ഏട്ടൻ ആത്മാർത്ഥമായി അവളെ സ്നേഹിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഏട്ടന്റെ മുന്നിൽ ഞാൻ നിന്ന നിമിഷമുണ്ടല്ലോ, നന്ദിനി ഇവിടെ ഇല്ലെന്ന് ഞാനൊരു കള്ളം പറഞ്ഞപ്പോ ഏട്ടൻ കരഞ്ഞ കരച്ചിലുണ്ടല്ലോ, അതിന്നെനിക്ക് മനസ്സിലായി ഈ ലോകത്ത് ഇനി ആർക്കും നിങ്ങളെ ഇനി വേർപെടുത്താൻ പറ്റില്ലെന്ന്. ഇവള് ഏട്ടന് വേണ്ടി ജനിച്ചവളാ. ഈ ലോകം മുഴുവൻ നിരന്നു നിന്ന് ഇവളോട് യുദ്ധം പ്രഖ്യാപിച്ചാലും ഏട്ടനെ വിട്ടിവള് പോവില്ല. നിങ്ങൾ എന്നും ഒന്നിച്ചുണ്ടാവണേ ഏട്ടാ. നന്ദിനി ഇനി ഒരിടത്തും പോവില്ല, എന്റെ കൂടെ തന്നെ കാണും. ഇതല്ലേ എന്റെ ഏട്ടന്റെ നാവിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്. അതെ ആരതി, ഞാനിപ്പോ ഒരുപാട് സന്തോഷത്തിലാണ്. സൂര്യസാറിന് വേണ്ടി എന്തും സഹിക്കുന്നത് എനിക്ക് സന്തോഷ. വിവേകേ, നിന്റെ പേരിൽ കൊടുത്തുള്ള കംപ്ലൈന്റ് ഒക്കെ നമുക്ക് പിൻവലിക്കാം. പിന്നെ ഓഫീസിലുണ്ടായ നാണക്കേട്, അതിന്റെ പരിഹാരവും ഞാൻ ചെയ്തോളാം. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വിട്ടാ പിന്നെ വേറെ ആരാടാ ഉള്ളത്? ആരതി, എന്നെ നോക്കാൻ എന്റെ രണ്ട് സഹോദരിമാരും ഇടവും വല നിൽക്കുകയായിരുന്നു. പക്ഷേ അവരുടെ നാവിന്ന് വന്ന ഓരോ വാക്കുകളും എന്നെ ഇല്ലാതാക്കാൻ പോകുന്നതായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും ആത്മാർത്ഥത എന്റെ മനസ്സിലുണ്ട് മോളെ. നമ്മള് പഴയതുപോലെ തന്നെയായിരിക്കും. നമ്മളെ പരസ്പരം വെട്ടിമാറ്റാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. വരാൻ തോന്നുമ്പോഴൊക്കെ വരണം. ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരിക്കണം, സംസാരിക്കണം. കുറച്ചു നാളത്തേക്ക് എനിക്ക് പുറത്തു പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സദസ് ഇവിടെയാക്കാം, അല്ല നന്ദിനി? സൂര്യ, എന്നാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. എന്താടാ ഇത്ര തിരക്ക്? കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ? വേണ്ട ഏട്ടാ, ഞങ്ങള് വന്നു, ഏട്ടനെ കണ്ടു, സംസാരിച്ചു. ഇനി അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നണ്ട. അതെ, ആരുടെയും ബുദ്ധിമുട്ട് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങളെ വിളിക്കുന്നത് ഞാനാ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അത് ചോദ്യം ചെയ്യാൻ ഇവരാരും ഉണ്ടാവില്ല. അറിയാം സൂര്യ, ഞങ്ങൾക്ക് വേണ്ടി നീ സംസാരിക്കും, ബഹളം വെക്കേണ്ടെന്നാ ബഹളം വയ്ക്കും. പക്ഷേ തൽക്കാലം നിന്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാകുന്നത് വരെ ഒരു ബഹളവും വേണ്ട. ഞങ്ങൾ വരാടാ. ഞങ്ങള് പോയിക്കോട്ടെ ഏട്ടാ. അതെ, മനസ്സിൽ ഇനി ഒരു സങ്കടവും ബാക്കി വെക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ. ഇല്ല ഏട്ടാ, ഒരു സങ്കടമില്ല. എന്നാ പിന്നെ നീ ഒന്ന് ചിരിക്ക്, അത് കാണുമ്പോഴെങ്കിലും ഒരു മനസ്സമാനം കിട്ടുമല്ലോ, അല്ലേ?
എന്ത് നന്ദിനി, ഇവരെ കൊണ്ടേ താഴെ ആക്കിട്ട് വാ. വാ ശരിടാ. ഉം.